ഹായ് ഫ്രണ്ട്സ്, ജയിലർ എന്നുള്ള സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കറുത്ത ഷർട്ടും ചാരക്കളർ മുണ്ടും ഇട്ടുകൊണ്ട് ഷേവ് ഒന്നും ചെയ്യാതെ വന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെക്കാളും കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെക്കാട്ടും സ്കോർ ചെയ്തതായി ചിലരെങ്കിലും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ശിവരാജ് കുമാർ. കുറെ മലയാളികൾ ശിവരാജ് കുമാറിന്റെ ഫാൻ ആയിരിക്കാനുള്ള ഒരു കാരണം ജയിലറിലെ ആ റോളായിരിക്കും. കാരണം മലയാളികൾക്ക് അത്ര സുപരിചിതനല്ല അദ്ദേഹം. പക്ഷെ എന്നെ സംബന്ധിച്ച് മഫ്റ്റി എന്നുള്ള 2017 ഇറങ്ങിയ ഒരു സിനിമയാണ് ശിവരാജ് കുമാറിന്റെ ഫാൻ ആകാനുള്ള ഒരു കാരണം. മഫ്റ്റി സിനിമയിലെ ശിവരാജ് കുമാറിന്റെ ആ ഔട്ട്ഫിറ്റ് ആണ് നെൽസൺ ജയിലറിന് വേണ്ടിയും എടുത്തിരിക്കുന്നത്. ഈ മഫ്റ്റിയിൽ ശിവരാജ് കുമാർ ചെയ്തിരിക്കുന്നത് ഒരു റൂത്ത്ലെസ് ഗാങ്സ്റ്റർ റോളാണ്. അത്യാവശ്യം ഹീറോയിസ് ഒക്കെ ഉള്ള എന്നാൽ കുറച്ച് ഗ്രേഷുള്ള ഒരു ഗാങ്സ്റ്റർ. ഈ മഫ്റ്റിയുടെ പ്രീക്വൽ ഭൈരതി രണകൾ 2024 നവംബർ 15 തിയേറ്റർ റിലീസായെത്തി. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജയിലറിലെ അദ്ദേഹത്തിന്റെ പ്രകടനം കൊണ്ടോ അല്ലെങ്കിൽ മഫ്റ്റിയിലെ പ്രകടനം കൊണ്ടോ അദ്ദേഹത്തിന്റെ ഫാൻ ആയതാണെങ്കിൽ ഈ പറഞ്ഞ ഭൈരതി രണകൾ ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി സിനിമയിലേക്ക് വന്നാൽ ഒരു ആക്ഷൻ ഡ്രാമ എന്നുള്ള ജോണറിൽ പെടുത്താൻ പറ്റിയ ഒരു സിനിമയാണ് ഭൈരതി രണകൾ. എനിക്ക് ലൂസിഫർ ഒക്കെ കാണുമ്പോൾ കിട്ടിയ ആ ഒരു ടൈപ്പ് നമുക്ക് കിട്ടുന്ന ഒരു രോമാഞ്ചം ഉണ്ടല്ലോ. അതായത് ഒരു ക്ലാസ് മാസ് സിനിമ. അധികം ആക്ഷൻ സീനുകളൊന്നുമില്ല. ഇന്റർവെൽ സമയത്ത് ഒരു ആക്ഷൻ, ക്ലൈമാക്സ് ഒരു ആക്ഷൻ. ആക്ഷൻ സീനുകൾ കുറവാണെങ്കിൽ കൂടി എലിവേഷൻ സീനുകൾക്ക് ഒരു കുറവുമില്ല ഈ സിനിമയിൽ. ശിവരാജ് കുമാറിന്റെ ആ ഒരു സ്വാഗ് ഓറയൊക്കെ നല്ല ഗംഭീരമായി യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടക്കുന്നത്, അദ്ദേഹം സംസാരിക്കുന്നത്, നമ്മൾ ഈ തെലുഗു തമിഴ് സിനിമകളിലെ സൂപ്പർ താരങ്ങളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അവരിങ്ങനെ സ്ക്രീം ചെയ്യുക, അലറും. ശിവരാജ് കുമാർ സ്ക്രീനിലേക്ക് വന്നിട്ട് ജസ്റ്റ് കൂളായിട്ട് സംസാരിക്കലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗും കന്നഡയിലാണല്ലോ പറയുന്നത്, ഞാൻ സബ് ടൈറ്റിലിട്ടാണ് കാണുന്നത്. പക്ഷേ ആ കന്നഡ ഡയലോഗുകൾ തരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. വളരെ പതിഞ്ഞ താളത്തിൽ പറയുന്ന ഡയലോഗുകളും നല്ല മാസ് ഒരു ഓറയോടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അതുപോലെ ആക്ഷൻ സീനുകളെ കുറിച്ച് പറഞ്ഞല്ലോ, അതങ്ങനെ കത്തി സീനുകളൊന്നുമല്ല, നടക്കാത്തതുപോലെ തോന്നുന്ന സംഭവങ്ങളൊന്നുമില്ല. അദ്ദേഹം കുടുവാളൊക്കെ എടുത്ത് വീശുന്നു, പലരെയും കൊല്ലുന്നു. പക്ഷെ അതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്. ഇതിന് രവി ബാസർ കൊടുക്കുന്ന BGM KGF ലെവൽ BGM എന്നല്ല പറയുന്നത്. പക്ഷേ സിനിമക്ക് വേണ്ട ഒരു ആക്ഷൻ ഡ്രാമക്ക് വേണ്ട തരത്തിലുള്ള നല്ല BGM കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു മാസ് സിനിമ എന്ന് പറയുമ്പോൾ അതിൽ ഐറ്റം സോങ് വേണം, അല്ലെങ്കിൽ അനാവശ്യമായ സോങ്ങുകൾ കുത്തിക്കേറ്റാറുണ്ടല്ലോ. അല്ല, പല മാസ് സിനിമകൾക്കും സോങ്ങുകൾ ആവശ്യമാണ്, അതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. ഈ സിനിമയിൽ അങ്ങനെ വേണ്ടാത്ത സോങ്ങുകളൊന്നുമില്ല. ഒന്നോ രണ്ടോ ജസ്റ്റ് കഥയോട് ഇഴുകിച്ചേർന്ന് പോകുന്ന സോങ്ങുകളുണ്ട്. മറ്റൊന്ന് ദൈർഘ്യം, 2 മണിക്കൂർ 10 മിനിറ്റ്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എവിടെയും സിനിമ ലാഗ് എടുപ്പിക്കുന്നില്ല. നെഗറ്റീവുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇതിൽ നായിക എത്തിയിരിക്കുന്നത് രുക്മിണി വസന്താണ്, നമ്മുടെ സപ്തസാഗര ദാച്ചെ എല്ലോ എന്നുള്ള സിനിമയിലെ നായിക. അവരും ശിവരാജ് കുമാറും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ല. ഇത് പ്രായത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. കുറച്ച് പ്രായം കൂടി ഒരു നടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. അതുപോലെ ഇതിന്റെ സ്റ്റോറി അങ്ങനെ ഭയങ്കര പുതുമയുള്ള സ്റ്റോറി ഒന്നുമല്ല. ഒരു ആക്ഷൻ ഡ്രാമക്ക് ഒരു നോർമൽ സ്റ്റോറി മതി. അതെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കാര്യം. സ്റ്റോറിയിൽ ട്വിസ്റ്റുകളൊന്നും അധികം ഇല്ല. മഫ്റ്റിയുടെ അത്ര വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. മഫ്റ്റിയിൽ എനിക്ക് ദഹിക്കാൻ പറ്റാത്ത ഒരു ഘടകം ശ്രീമുരളിയുടെ ആക്ടിങ് ആയിരുന്നു. അദ്ദേഹം ഒരു ആവറേജ് നടനായിട്ടാണ് തോന്നിയത്. ഇതിൽ അങ്ങനെ ആക്ടിങ്ങിന്റെ പ്രശ്നമൊന്നുമില്ല. കാരണം ശിവരാജ് കുമാർ ഗംഭീര നടനാണ്. മഫ്റ്റിയിലായാലും ശിവരാജ് കുമാറാണ് ആ പടത്തെ ഷോൾഡർ ചെയ്തിരുന്നത്. മൊത്തത്തിൽ നല്ലൊരു മാസ് ക്ലാസ് ആക്ഷൻ ഡ്രാമയാണ് ഭൈരതി രണകൾ. ഈ അടുത്തിറങ്ങിയ സൂപ്പർ താര സിനിമകളൊക്കെ നോക്കുമ്പോൾ ഇത് എത്രയോ ഭേദം എന്നല്ല, നല്ല വൃത്തിക്കെടുത്തിരിക്കുന്ന ഒരു മാസ് സിനിമ. ഞാൻ ഈ സിനിമക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 4.25 ഔട്ട് ഓഫ് 5.